പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കോമാനോവിച്ചിന് എത്രയൊക്കെ സസ്പെൻഷനും ഫൈനും ലഭിച്ചാലും യാതൊരു പേടിയും ഇല്ല എന്ന് ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്രാവശ്യം ISLലെ മോശം റഫറിങ്ങിനെ തുടർന്നുകൊണ്ട് ഒരു ട്രോളുമായിട്ടാണ് ആശാനും പിള്ളാരും എത്തിയിട്ടുള്ളത്. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഈ അടുത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന് ISLലെ മോശം റഫറിങ്ങിനെ പറഞ്ഞതിനെ തുടർന്ന് 50,000 രൂപ പിഴയും ഒരു മത്സരം സസ്പെൻഷനും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുമൂലം കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ പഞ്ചാബിനെതിരായ മത്സരത്തിൽ ആശാൻ ടീമിനോടൊപ്പം ഇല്ലായിരുന്നു. ആ ഒരു വാർത്ത തണുക്കുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ ഇപ്പോൾ ISLലെ റഫറിമാരെ ട്രോളിക്കൊണ്ട് ആശാനും പിള്ളാരും ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് വെറുതെ ട്രെയിനിങ് ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന പ്രബീർ ദാസിനെ വിളിച്ചുകൊണ്ട് ആശാൻ റഫറിയെ പോലെ അഭിനയിച്ച് റെഡ് കാർഡ് കൊടുക്കുന്ന ഒരു സീനാണ്. കൂടാതെ ഇത് കണ്ടുകൊണ്ട് പ്ലേയേഴ്സ് എല്ലാം തന്നെ പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ആശാനും പിള്ളാരും ISL റഫറിങ്ങിനെതിരെ ട്രോളിയതാണ് എന്നുള്ളത്. ISLൽ കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോൾ വീഡിയോ ആശാനും പിള്ളാരും പുറത്തിറക്കിയത്. ഏതായാലും ഈ ഒരു വീഡിയോനെ തുടർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന് ഉടനെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഒരു സസ്പെൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ISLലെ റഫറിങ്ങിനെ തുടർന്നുകൊണ്ട് ISL ക്ലബ്ബുകളിലെ പരിശീലകന്മാർ വരെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തിരഞ്ഞു പിടിച്ചിട്ടുള്ളത് ആശാനെ മാത്രമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ട്രോൾ വീഡിയോ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ താരമായ അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂവിലെ ആധിപത്യത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസണിലെ മത്സരങ്ങളെല്ലാം ഗംഭീരമായി അരങ്ങേറി പോകവേ ഇന്ത്യൻ സൂപ്പർ ലീഗ് താരങ്ങളുടെ ഏറ്റവും മൂല്യമേറിയ 11 പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളും ഈ ഒരു 11ൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മാർക്കറ്റ് വാല്യൂവിലെ കണക്കിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും വിലയേറിയ 11ൽ ഗോൾ കീപ്പറായി മുംബൈ സിറ്റിയുടെ ലച്ചംബയാണ് ഇടം നേടിയത്. ലച്ചംബയുടെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിരിക്കുന്നത് 2.4 കോടിയോളം രൂപയാണ്. ഇനി ഡിഫൻസ് ലൈനിലേക്ക് നോക്കുമ്പോൾ 2.2 കോടി മാർക്കറ്റ് വിലയുള്ള മോഹൻ ബഗാന്റെ ആശിഷ് റായ്, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹോർമിപ്പാം എന്നിവരെ കൂടാതെ തന്നെ 2.4 കോടി മാർക്കറ്റ് വിലയുള്ള ഗോവയുടെ ജിങ്കൻ, 2.6 കോടിയോളം മാർക്കറ്റ് വാല്യൂള്ള മുംബൈ സിറ്റിയുടെ ആകാശ് മിശ്ര എന്നിവരും സ്ഥാനം പിടിച്ചു. ഇനി മധ്യനിരയിൽ നോക്കുകയാണെങ്കിൽ 6.8 കോടി മാർക്കറ്റ് വാല്യൂമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അഡ്രിയാൻ ലൂണ, 6 കോടി മാർക്കറ്റ് വിലയുള്ള മോഹൻ ബഗാന്റെ ഹ്യൂഗോ ബൗമസ്, 2.6 കോടി മാർക്കറ്റ് വിലയുള്ള മുംബൈ സിറ്റിയുടെ അപ്പുയ എന്നിവരാണ് സ്ഥാനം പിടിച്ചത്. മുന്നേറ്റ നിരയിൽ 2.8 കോടി മാർക്കറ്റ് വിലയുള്ള മുംബൈ സിറ്റിയുടെ ചാങ്തെ, 7.2 കോടി മാർക്കറ്റ് വിലയുള്ള മോഹൻ ബഗാന്റെ ദിമിത്രിയോസ് പെട്രഡോസ്, 8.8 കോടി മാർക്കറ്റ് വിലയുള്ള മോഹൻ ബഗാന്റെ ജസൻ കമ്മിൻസൺ എന്നിവരാണ് മുന്നേറ്റ നിരയിലുള്ളത്. ഏതായാലും ഈ ഒരു ISLലെ ഏറ്റവും പുതിയ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.